ഇവിടെ ജൂൺ ആണെങ്കിൽ ടാങ്ങിന് ഒരുപാട് ഗിഫ്റ്റ് കൊടുത്താലോ അതൊന്നും ഇവന് തികയുന്ന പോലില്ല കേട്ടോ. അതുകൊണ്ട് ഒരു ബൊക്കെ എടുത്തോണ്ട് നേരെ അവളുടെ അടുത്തോട്ട് വരുമ്പോഴത്തേക്കിനോ അവളാണെങ്കിൽ ഇവനെ കണ്ടതും കുറെ ചീത്ത വിളിക്കാണ്. നീ എന്നെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ ഒരു ലിമിറ്റ്സ് ഉണ്ട്, അത് നീ ക്രോസ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വഴക്ക് പറയുമ്പോഴോ അവൻ നല്ല കൂളായിട്ട് എനിക്ക് ഗിഫ്റ്റ്സ് ഒക്കെ നിനക്ക് തരണമെന്ന് തോന്നി, അതുകൊണ്ടല്ലേ ഞാൻ തന്നത്. ഏതായാലും നിനക്ക് ഇന്ന് പാർട്ട് ടൈം ജോബ്സ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നീ ഇന്ന് ഫ്രീ അല്ലേ, നമുക്ക് ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയാലോ എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡാനിയുടെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ കണ്ടിട്ട് ഇതാരാ നിന്റെ ബോയ് ഫ്രണ്ട് ആണോ, എന്തിനു വെറുതെ നീ റിജക്റ്റ് ചെയ്യുന്ന, അവിടെ കൂടെ പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട്സ് പറയാൻ വേണ്ടി തുടങ്ങിയതോ. ശരി നൈറ്റ് ഡിന്നറിനല്ലേ പോണ്ടേ, ബാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കഴിച്ചു കഴിഞ്ഞതോ അവിടെ പെട്ടെന്ന് ഞാൻ പോവാന്നാണ് ഇറങ്ങുമ്പോഴത്തേക്കിനും ടാങ്ങിയോ ഞാൻ പറയുന്നൊന്നും കേക്ക്, ഞാൻ നിന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, ഒഫീഷ്യലി നമുക്കൊന്ന് ഡേറ്റിങ്ങിന് പോയാലോ, ഞാൻ നല്ലൊരു ചെറുക്കനാണ്, എനിക്ക് 26 വയസ്സായി, അതുപോലെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ജോലിയുണ്ട്, സ്വന്തമായിട്ടൊരു വീടുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറയാൻ തുടങ്ങും. ഒരു മിനിറ്റവിടെ നിർത്തിക്കേ, നിനക്ക് എന്നെ ഇഷ്ടമായിരിക്കാം പക്ഷെ എനിക്ക് നിന്നെ ഒട്ടും ഇഷ്ടമല്ല പറയുമ്പോൾ അതിപ്പോൾ ഉണ്ടാവില്ല, ഫ്യൂച്ചറിൽ എന്തായാലും നിനക്ക് എന്നെ ഇഷ്ടമാകും എന്നാണ് ഈ പറയുമ്പോഴത്തേക്കിനാണ് നിനക്കെന്താ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല. 3 കാര്യങ്ങളും നമ്മൾ എന്തായാലും ഒത്തുപോകത്തില്ല. ഒന്നാമത്തെ കാര്യം നിന്റെ ക്യാരക്ടർ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, രണ്ടാമത്തെ കാര്യം നിന്റെ ജോലി എൻ്റെ ജോലി തമ്മിൽ ഒട്ടും സെറ്റ് ആവില്ല, മൂന്നാമത്തെ കാര്യം നമ്മൾ തമ്മിലുള്ള ഫാമിലി ഒരിക്കലും ഒന്നാവാൻ പോകുന്നില്ല. അതുപോലെ നീ എന്നെ ഇപ്പോൾ പ്രപ്പോസ് ചെയ്ത് ഞാനാണെങ്കിൽ അത് റിജക്റ്റ് ചെയ്തും ചെയ്തു, അതുകൊണ്ട് ഇപ്പോൾ കഴിച്ച ഫുഡിൻ്റെ പൈസ ഞാൻ തന്നെ പേ ചെയ്തോളാം, ബാക്കി ഇവർക്ക് തന്നെ ഫുഡ് പാക്ക് ചെയ്ത് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോവുകയും ചെയ്യും. അങ്ങനെ റിജക്റ്റ് ആയതിൻ്റെ സങ്കടത്തിൽ ഫ്രണ്ട്സിനൊക്കെ ഒരു പാർട്ടിയും കൊടുത്ത് അവൻ കരഞ്ഞോണ്ടിരിക്കാട്ടോ. അവർക്ക് എന്താണ് എന്നെ ഇഷ്ടമില്ലാത്ത, ഞാൻ അതിന് മാത്രം എന്താ അവളോട് ചെയ്തേ, ഞാൻ പോവാ, ഞാൻ പോയിട്ട് വല്ല ഗെയിം കളിക്കട്ടെ, അങ്ങനെയെങ്കിലും ഇച്ചിരി സമാധാനം കിട്ടും പറഞ്ഞിട്ട് അവനവിടെ നിന്ന് ഓടിപ്പോവാട്ടോ. അതൊക്കെ കഴിഞ്ഞ് ലീഫ് വരുമ്പോഴത്തേക്കിനും അവൾ കഞ്ഞി ചെയ്തോണ്ടിരിക്കുന്നതാണെങ്കിൽ കാണുക. കിയാൻ നിനക്ക് കഞ്ഞി എന്ന് പറഞ്ഞാൽ തീരെ ഇഷ്ടമല്ലോ, എനിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്, എന്നാലും നിനക്ക് എന്നോട് എന്താ ഇഷ്ടം എന്നാണ് ഈ പറയുമ്പോൾ ഇത് നിനക്ക് വേണ്ടി മാത്രമല്ല നിന്റെ അസിസ്റ്റന്റ് എന്തോ വയറുവേന എന്നൊക്കെ പറയുന്നുണ്ട്, അവനും കൂടി ചേർത്ത് ഞാൻ ഉണ്ടാക്കിയേ. ഓ അപ്പൊ അവന് വേണ്ടി സ്പെഷ്യലായിട്ട് നീ ഉണ്ടാക്കിയിട്ട് എനിക്കും കൂടി ഉണ്ടാക്കിയെന്നുള്ള വേജന് അവന് വേണ്ടി ഉണ്ടാക്കുവല്ലേ, ഇത് നോക്കിക്ക് അവനൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നീ ട്രൈ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ എന്താണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എല്ലാവരും നിന്നെ പോലെ ആയിരിക്കില്ല എന്ന് പറയുമ്പോൾ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ല ഞാൻ ഈ ഉപദേശങ്ങളൊക്കെ തരുന്നത്, അറ്റ്ലീസ്റ്റ് ഞാൻ നിന്റെ ഒരു മാസ്റ്റർ അല്ലേ, അതിനൊരു പരിഗണന തന്നൂടെ, എന്നാലും അവന് വേണ്ടിയിട്ട് നീ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് റൂമിൽ കയറുമ്പോഴത്തേക്കിനോ അവനുള്ളത് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓ അപ്പോൾ നീ ഓൾറെഡി എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചു, ഇപ്പം അടുത്ത ഡയലോഗ് ഇതായിരിക്കും, എക്സ്ട്രാ വന്നു അതുകൊണ്ട് വേസ്റ്റ് ആവണമെന്ന് വെച്ചാൽ എനിക്ക് തന്നതല്ലേ എന്നാണ് ചോദിക്കുമ്പോൾ ഞാൻ അതൊന്നല്ല പറയുന്നത്, ശരിക്കും ഞാൻ ഇത് നിനക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയത്, ഇന്നെനിക്ക് ഡയറക്റ്റ് ഫാങ് ജോലി തന്നു എന്ന് പറയും. ഞാൻ കാരണമല്ലേ നിനക്ക് ഈ ജോലി കിട്ടിയത്, അതുകൊണ്ട് എന്തായാലും നീ എന്നോട് താങ്ക്സ് ഒന്നും പറയണ്ട, പകരം ഒരാഴ്ചത്തേക്കുള്ള ഫുഡ് നീ ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറയുമ്പോൾ അതിനിവിടെ സാധനം മേടിക്കാൻ പോലും എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അപ്പോഴാണ് ഇത്രയും വലിയ ഒരുത്തർ ഞാൻ എങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ പൈസയുടെ പ്രശ്നമാണ്, ഇപ്പം തീർത്തരാന്ന് പറഞ്ഞിട്ട് ഒരു കൊടുക്ക കൊണ്ടുവെക്കും കേട്ടോ. ഇതിൽ നിന്ന് ഒരാഴ്ചത്തേക്കിനും പോയിട്ട് ഒരു ദിവസത്തേക്കിനും ഫുഡ് ഉണ്ടാക്കാൻ പോലും പൈസ ഇല്ലെന്ന് പറയുമ്പോൾ എന്നാൽ നീ ഒരു കാര്യം ചെയ്യുക, ഇതിനകത്തുള്ള പൈസ തീരുന്നവരെങ്കിലും നീ എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരാമെന്ന് പറയുമ്പോഴത്തേക്കിനോ അവൾ ഓക്കെ പറയും, നിനക്ക് ഷെഫിൻ്റെ ഫീസൊന്നും എനിക്ക് തരാൻ പറ്റില്ല, പകരം നീയും അതിൽ നിന്ന് ഷെയർ എടുത്ത് കഴിച്ചോ എന്നാണ് ഈ പറയും. ഇവിടെ ജൂഡാണെങ്കിൽ കടന്നുറങ്ങുമ്പോഴത്തേക്കിന് അവൻ്റെ അമ്മയാണെങ്കിൽ അവനറിയാതെ അവൻ്റെ ഫോണും അൺലോക്ക് ചെയ്ത് നമ്മുടെ ഡാങ്ങുവിൻ്റെ ഫോട്ടോ ഒക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ലീഫി ആണെങ്കിൽ കഴിച്ചതിൻ്റെ ഫുഡിൻ്റെ ബാക്കിയൊക്കെ വന്ന പാത്രങ്ങൾ കഴുകി വെക്കാൻ പറയുമ്പോൾ ഇതൊന്നും ഒരു അസിസ്റ്റന്റ് ചെയ്യേണ്ട ജോലിയല്ല, പോയോടെ നീ തന്നെ ചെയ്തെന്ന് പറയുമ്പോൾ ഇതൊക്കെ ചെയ്തേ പറ്റുള്ളൂ, നീ എൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആണ്, അതുകൊണ്ട് നീ ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ എൻ്റെ വർക്കിന് അത് എഫക്റ്റ് ആവും എന്ന് പറയുമ്പോഴത്തേക്കിനും ശരി ശരി ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അത് മൊത്തം ചെയ്ത് ക്ലീൻ ആക്കി വെക്കുമ്പോഴത്തേക്കിനും ഡയറക്ടർ ഫാങ് അവളെ വിളിച്ചിട്ട് എനിക്കൊരു സ്ഥലം വരെ പോകാണ്ട്, അതുകൊണ്ട് ഈ മീറ്റിങ്ങിനുള്ള എല്ലാ പേപ്പേഴ്സും നീ റെഡിയാക്കുന്നു പറഞ്ഞിട്ട് കൊടുത്തിട്ട് പോവേ. അപ്പോൾ അവൾ ആ ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കാട്ടോ മീറ്റിംഗ് നടക്കാൻ പോകുന്ന ഏത് കമ്പനി ആയിട്ടെന്ന്. അപ്പോൾ ലിബ്ര എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ചെയർമാൻ്റെ അസിസ്റ്റന്റ് പെണ്ണായിരിക്കും ഈ കമ്പനിയിൽ ഇപ്പോഴത്തെ മീറ്റിങ്ങിനായിട്ട് വരുന്നത്. ആ പെണ്ണാരാന്ന് വെച്ചാൽ നമ്മുടെ ലില്ലി ആയിരിക്കും കേട്ടോ. അയ്യോ ഇത് നമ്മുടെ ലീഫയ്ക്ക് അറിയില്ലല്ലോ, അവളെ കണ്ടാൽ എന്താവെന്നും പറഞ്ഞിട്ട് നേരെ ലീഫേൻ്റെ അടുത്ത് വന്നിട്ട് ഈ കാര്യങ്ങളെപ്പറ്റി ഒന്ന് പറയാന്ന് വെച്ചാൽ അവനോട്ട് അതിന് സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കിന് ചെയർമാൻ്റെ അസിസ്റ്റന്റ് ആയ ലില്ലി അങ്ങോട്ട് കയറി വരും. പക്ഷേ ഹീറോ ആണെങ്കിൽ നല്ല കൂളായിട്ട് തന്നെയാണ് ലില്ലിയോട് സംസാരിക്കുന്നതൊക്കെ. അങ്ങനെ അവൻ മീറ്റിങ്ങിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ലില്ലിക്കാണെങ്കിൽ ഇപ്പോൾ സങ്കടമാവും കേട്ടോ, പക്ഷെ ഇവനെ മിസ്സാക്കി കളഞ്ഞോന്ന്. ഹീറോയിൻ ആണെങ്കിൽ ഭയങ്കര ഷോക്കാവും കേട്ടോ, കാരണം ഇവൻ എന്ത് കൂളായിട്ടാണ് ഈ പെരുമാറുന്നത്, പോരാഞ്ഞിട്ട് എക്സ് ഗേൾ ഫ്രണ്ടിനെ തന്നെ ഇപ്പോൾ വിഷമം തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അവൻ പെരുമാറുന്നതെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞത് ലഞ്ചിന് വേണ്ടിയിട്ട് അവരെല്ലാവരും വെൽക്കം ചെയ്യുമ്പോഴത്തേക്കിനോ ലില്ലി എനിക്ക് ജോലിയുടെന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്കിനോ അവിടെയുള്ളവരൊക്കെ സംസാരിക്കാൻ തുടങ്ങും കേട്ടോ. ഇത്ര ചെറുപ്പത്തിലേ ഇങ്ങനെ ആ ചെയർമാൻ്റെ ഒരു അസിസ്റ്റൻ്റായിട്ട് ഈ പെൺകുട്ടി വന്ന് ജോലി ചെയ്യുന്നത്, എനിക്ക് തോന്നുന്നു ആ ചെയർമാൻ്റെ വൈഫായിട്ട് ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി കാരണം തന്നെ ഈ ലില്ലി എന്ന് പറഞ്ഞാൽ പെണ്ണെന്ന് തോന്നുന്നു. ആ ലില്ലി നമ്മുടെ ചെയർമാൻ്റെ ഇപ്പോഴത്തെ ആളാന്ന് തോന്നുന്നൊക്കെ സംസാരിക്കുക. അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞത് ഇവർക്ക് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കിയാനും ലീഫയും
അവന്റെ അസിസ്റ്റന്റും കൂടി ആണെങ്കിൽ കാർഡ്സ് എല്ലാം കളിച്ചോണ്ടിരിക്കുക കേട്ടോ. അപ്പം ലില്ലി ആണെങ്കിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. ഹീറോയിനാരും നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ലീഫ് ഇങ്ങനെ പറയുക, ഈ പെൺകുട്ടികളെ പറ്റിയുള്ള മനഃശാസ്ത്രമൊക്കെ എനിക്ക് മൊത്തം അറിയാന്ന്. ഓ അത്ര കഴിവുണ്ട്, അന്ന് എന്നെ പറ്റി നിനക്ക് അറിയുന്ന പറയാന്ന് പറയുമ്പോ അതിന് നീ പെണ്ണേ അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവളെ കളിയാക്കുവേ. നിനക്ക് പെൺകുട്ടികളെ പറ്റി എല്ലാം അറിയാന്നല്ല പറഞ്ഞേ. അതുകൊണ്ട് ലില്ലി ഇപ്പൊ നിന്നോട് എന്ത് ചോദിക്കാനാ ചാൻസ് നോക്കുമ്പോ അവള് ഞാനിപ്പോ എങ്ങനെയാ സുഖമാണോ എന്ന് ചോദിക്കുന്ന പറയുമ്പോ അത് തന്നെയാണ് കിയാനോട് ചോദിച്ചേക്കുന്നത്. ലീഫ് ഇപ്പൊ എങ്ങനെയാ അവന് സുഖമാണോ എന്ന് അവൾ അതീന്ന് പറയുമ്പോഴത്തേക്കിന് ലില്ലി ആണെങ്കിൽ പിന്നീട് ചോദിക്കുന്നത് അവൻ എന്നെ പറ്റി എന്തെങ്കിലും ചോദിക്കാറുണ്ടോന്നാ. കിയാനാണെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞത്. അപ്പൊ നിനക്ക് അവനോട് ക്രഷ് ഉണ്ടോന്ന് അവളോട് ചോദിക്കും. കുറെ നേരം അയാളോട് നീ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന ഗെയിമിൽ ശ്രദ്ധിക്കാതെ എന്തായാലും മാത്രം ചാറ്റ് ചെയ്യുള്ളത് പറഞ്ഞിട്ട് ഫോൺ പിടിച്ച് നോക്കുമ്പോഴത്തേക്കാണ് ലില്ലായിട്ട് സംസാരിക്കുന്നത് കണ്ടത്. ലില്ലിയാണെങ്കിൽ അവസാനമായിട്ട് നിനക്ക് അവനോട് ക്രഷ് ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടാവില്ലേ, അതിന് നമ്മുടെ ലീഫെ തന്നെയാണ് റിപ്ലൈ കൊടുക്കുന്നത്. അതെ ലീഫിനെക്കാണ് എന്ത് ഹാൻഡ്സം ആണ്, അവനെ പോലെ ഒരുത്തിനോട് ക്രഷ് തോന്നുന്നത് സ്വാഭാവികമല്ലേ. അവനെനിക്ക് വേണ്ടിയിട്ട് പച്ചക്കറി മേടിച്ചിരുന്നു, പാത്രം കഴുകി തരുന്നു, വീട് വൃത്തിയാക്കാൻ സഹായിക്കുന്നു. പിന്നെ അവൻ എന്ത് ഡ്രസ്സ് ഇട്ടാലും ഭയങ്കര അടിപൊളിയാണ്. എന്തിന് പറയുന്ന ഡ്രസ്സ് ഇടാതെ കൂടി അവന് നല്ല രസമാണ് കാണാൻ എന്നൊക്കെ അവനെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പുകഴ്ത്തി പറഞ്ഞ് മെസ്സേജ് ആണെങ്കിൽ അയക്കുമ്പോഴത്തേക്കിന് ലീഫ് നീ നിന്റെ ജീവിതകാലം മൊത്തം നിന്നെ ഇങ്ങനെ പുകഴ്ത്തി തന്നെ ജീവിക്കണമെന്ന് നോക്കുമ്പോൾ നീ എന്നോട് താങ്ക്സ് വേണം പറയാൻ, അല്ലെങ്കിൽ അവൾ നിന്നെ ടോർച്ചർ ചെയ്ത് ഇപ്പൊ മെസ്സേജ് നിന്നെ കൊന്നേനെ. ഈ ഒരു മറുപടി കണ്ടാൽ പിന്നെ അവൾ ഒരു റിപ്ലൈയും തരാൻ പോകുന്നില്ല. ഇപ്പൊ കളിക്കാന്ന് പറഞ്ഞിട്ട് കളിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കിന് അവളാണെങ്കിൽ റിപ്ലൈ കൊടുത്തേക്കും കേട്ടോ. അവൾ എന്താ അയച്ചേക്കുന്ന വെച്ചാ, കിയാൻ ഞാൻ നിനക്കൊരു ഉപദേശം തരാം. നമ്മൾ ആരെയും ആത്മാർത്ഥതയോടെ ഡീപ്പായിട്ട് സ്നേഹിക്കാൻ വേണ്ടി പാടില്ല. കാരണം എന്തായാലും നമ്മൾ അവസാനം കരയേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ നല്ല അവയർനെസ്സോടെയാണ് ഒരാളെ സ്നേഹിക്കാനൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് നീ എന്ത് കണ്ടു വേണോ ഒരാളെ പ്രണയിക്കാൻ. പിന്നെ ലീഫയ്ക്ക് ഒരിക്കലും നിന്നെ പോലെ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കാനും പറ്റില്ല. അവരുടെ ടേസ്റ്റ് അതല്ല ഇന്നാണെങ്കിൽ പറഞ്ഞത്. നമ്മുടെ ഹീറോയിന് ഭയങ്കര സങ്കടമാവും കേട്ടോ. അവിടെ എന്ത് റിപ്ലൈ തന്നെ ഞാൻ വായിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ പിടിച്ചു വാങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കിനും അവൾ എന്ത് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇങ്ങോട്ട് താന്ന് പറഞ്ഞിട്ട് പിടിയും വരിയില്. അവളാണെങ്കിൽ അവന്റെ മേത്ത് വീഴുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ മാറി നിന്നിട്ട് നീ ഉറക്കത്തിൽ നന്നായിട്ട് കൂർക്കം വലിക്ക് നോക്കിക്കോണെന്ന് എന്നോട് പറഞ്ഞു. അവള് കള്ളം പറയും അവനോട്. എന്നാൽ ലില്ലി അങ്ങനെ പറയാവോ, ലീഫയ്ക്ക് എന്നെ പോലെ ഒരു പെൺകുട്ടീനെ ഇഷ്ടാവില്ലെന്നാണ് അവൾ പറഞ്ഞത്. ഇനി ധൈര്യം ഉണ്ടവർക്ക് ഇന്നും പറഞ്ഞിട്ട് ജിയന്റെ അടുത്ത് ഫുൾ കംപ്ലൈന്റ് ആണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. കാരണം ഹീറോന്റെ മേലെ ഇവക്ക് ഇപ്പൊ ഇഷ്ടമുണ്ടല്ലോ. അവൾ അങ്ങനെ പറഞ്ഞത് തീരെ ഇഷ്ടമായിട്ടില്ല. കോളേജിൽ നിനക്ക് അറിയാവുന്നില്ല എത്ര പയ്യന്മാരെ എൻ്റെ പുറകെ നടന്നിട്ടുള്ളത് എന്നാണ് പറയുമ്പോൾ അതെ കോളേജിൽ നിന്നെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു. നിന്റെ ഡ്രസ്സിങ് സെൻസ് തന്നെ അടിപൊളിയായിരുന്നു. നിന്റെ ലുക്ക് കണ്ടിട്ടില്ല ആ ബാംഗ്ലൂർ തന്നെ എത്ര പുറകെ നടന്ന് നിന്നെ ഒന്ന് കറക്റ്റ് ചെയ്തെടുത്ത്. അവൻ്റെ കൂടെ കൂടിയ പിന്നെയാണ് നിന്റെ ഡ്രസ്സിങ് സെൻസൊക്കെ തീരെ പോയത്. അതുകൊണ്ട് ഇപ്പം തന്നെ നമുക്ക് ഷോപ്പിങ്ങിന് പോയിട്ട് നിന്റെ ആ പഴയ ലുക്ക് തിരിച്ചു കൊണ്ടുവരാം. അതുപോലെ നിനക്കൊരു ചെക്കനെ വേണ്ട ഫസ്റ്റ്. അതുകൊണ്ട് ഈ ഫോട്ടോസൊക്കെ നോക്കുന്ന പറഞ്ഞിട്ട് കുറേ ചെക്കന്മാർ ഫോട്ടോ കാണിക്കുമ്പോഴത്തേക്കാണ് ഇവന്മാരൊന്നും നമ്മുടെ ലീഫിൻ്റെ അത്ര നല്ലതല്ലാന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കും. അതെന്താ അങ്ങനെ ഒരു വർത്താനം, ലീഫിൻ്റെ മേലെ നിനക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ചേച്ചി അങ്ങനെ ഒന്നുമില്ലെന്ന് പറയുമ്പോഴത്തേക്കിന് എന്നാ ഷോപ്പിങ്ങിന് പോകാനായിട്ട് രണ്ടും അങ്ങോട്ട് പോകും കേട്ടോ. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ലീഫ് ആണെങ്കിൽ എൻ്റെ ടോയ്ലറ്റിൽ എന്തോ പ്രശ്നം, അതുകൊണ്ട് ഞാൻ നിന്റെ യൂസ് ആക്കാന്ന് പറഞ്ഞിട്ട് അവളുടെ ടോയ്ലറ്റിനാണെങ്കിൽ അവൻ ഓടിപ്പോവാട്ടോ. അതെന്തോ ബ്ലോക്ക് ആയതും കണ്ട അവളത് നേരാക്കി വിടുകയും ചെയ്യും. ഈ ലോകത്തിൽ തന്നെ നിന്നെ പോലെ ഒരു ഹൗസ് ഓണർ ഇല്ല. അതുകൊണ്ടല്ലേ എനിക്ക് എന്ത് പ്രശ്നം വന്നാലും നീ അതപ്പം തന്നെ സോൾവ് ചെയ്യുന്നത്. ഇപ്പം തന്നെ ഞാൻ നിനക്ക് എക്സ്ട്രാ എമൗണ്ട് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പൈസ അയച്ചു കൊടുത്തും വലിയ വഴക്കിലൊന്നും അവൾ നിൽക്കുന്നില്ല കേട്ടോ. ഇന്നെന്താ നല്ല മൂഡിലാന്ന് തോന്നുന്നു. അതെ എൻ്റെ കരിയറൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നില്ല. അത് ആലോചിച്ചോട്ട് ഇന്ന് എനിക്ക് നല്ല സന്തോഷം. ശരി എൻ്റെ കാറിന് ഇന്ന് എന്തോ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. അവിടെ ഇന്ന് നമുക്ക് ബസ്സിൽ പോകുന്ന പറഞ്ഞിട്ട് രണ്ടുപേരും പോകുമ്പോഴത്തേക്കിനും പോകുന്ന വഴിക്കാണെങ്കിൽ ഒരു പാൻ കേക്ക് ആണെങ്കിൽ അവൾ വാങ്ങിച്ചോടിക്കുമ്പോഴത്തേക്കിന് അയ്യേ എന്നുള്ളൊരു പുച്ച ഭാഗത്തോടെ ഹീറോ ആണെങ്കിൽ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിന് അവിടെ ഒരേ ഒരു പാൻ കേക്കും വാങ്ങിച്ചോണ്ട് അവൻ്റെ മുന്നിൽ നിന്ന് കഴിക്കാട്ടോ. വാവ് എന്നാ ടേസ്റ്റാന്ന് പറഞ്ഞിട്ട് അതെന്തോ ഒന്ന് മാത്രം എനിക്കെന്ത് എന്തായാലും ഞാനിത് കഴിച്ചോന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ച് കഴിക്കും. എനിക്ക് നാണില്ലല്ലോടാ അവിടെ എന്നെ പൂജിച്ചിട്ട് ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോരച്ചിട്ട് ഞാൻ കഴിച്ചതിൻ്റെ ബാക്കിയെന്ന് പറയുമ്പോൾ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ലാന്ന് പറയുമ്പോൾ ഇപ്പം നീ എൻ്റെ കഴിച്ചില്ലേ, ഇനിയിപ്പോൾ ഞാൻ എന്താ കഴിക്കാൻ നോക്കുമ്പോഴത്തേക്കിന് ഇപ്പം നീ കഴിച്ചതിൻ്റെ ബാക്കി ഞാൻ കഴിച്ചില്ലേ, അതുപോലെ തന്നെ നീ എൻ്റെ ബാക്കി കഴിച്ചോന്ന് പറയുമ്പോഴത്തേക്കിന് അയ്യേ എനിക്ക് അങ്ങനെയൊന്നും പറ്റത്തില്ല. OCDയുടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് വീട് നല്ല ക്ലീൻ ആയിട്ട് വെച്ചില്ലെങ്കിൽ നീ എൻ്റെ തലയിൽ കയറുമല്ലോ. ഇപ്പോൾ ഒരാൾ കഴിച്ചതിൻ്റെ ബാക്കിയൊക്കെ നിനക്ക് കഴിക്കാല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവളാണെങ്കിൽ അവനിങ്ങനെ അവളുടെ മുന്നിൽ കിടന്നിങ്ങനെ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കഴിച്ചോണ്ടിരിക്കുന്ന കണ്ടത് അവൾക്കും പിന്നെ കൊതി സഹിക്കാൻ പറ്റാതെ അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ച് കഴിക്കുവേ. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള ബസ് വരും. അതിനകത്ത് തന്നെ ഫുൾ ആൾക്കാരാണ്. എന്തായാലും ഇങ്ങനെയൊക്കെ ജീവിച്ചാലേ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവളെങ്ങനെയൊക്കെയോ അതിനകത്ത് കയറും. നിന്നെപ്പോലെ ഒരുത്തേക്ക് കയറാൻ പറ്റുമോ എനിക്ക് കയറാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവനും ഇങ്ങനെ തള്ളിപ്പിടിച്ച് കയറും കേട്ടോ. നിൽക്കാൻ പോലും ഇടയില്ലാതെ രണ്ടും കൂടി ഇങ്ങനെയാണ് പോകുന്നത്. ഇപ്പോൾ ദിവസം നീ ഇത്ര കഷ്ടപ്പെട്ടാണ് അങ്ങോട്ടേക്ക് വരാന്ന് പറയുമ്പോഴത്തേക്കിന് ഇത്ര കഷ്ടപ്പാടില്ല, നീ എന്നെ നന്നായിട്ട് കിടന്ന് അമക്കുന്നുണ്ടെന്നാണെങ്കിൽ പറയുമ്പോഴത്തേക്കിന് ഇത് നോക്കിക്കേ ഞാൻ നിന്നെ ഒരു പെൺകുട്ടിയായിട്ടല്ല ഒരു ആൺകൊച്ചായിട്ടാണ് കാണുന്നത്. അവിടെ നീ എന്നെ തെറ്റിദ്ധരിക്കുമെന്ന് പറയുമ്പോഴത്തേക്കിന് നീ മിണ്ടാതിരുന്നു. നീ മിണ്ടുമ്പോഴേ എനിക്ക് നല്ല ദേഷ്യം വരുന്നത്. നിന്നെ കാണുമ്പോൾ
അപ്പോഴേ എനിക്ക് ആ പാൻ കേക്ക് എടുത്ത് വായിൽ കുത്തിത്തിരുകാനും തോന്നിയെന്ന് പറയുമ്പോൾ ശരി നീ കുത്തി കയറ്റിക്കോ, കാരണം നീ എന്തുണ്ടാക്കിയാലും ഞാനല്ല കൂടുതൽ കഴിക്കുക, അതുകൊണ്ട് ഞാൻ ആസ്വദിച്ച് കഴിച്ചോളാം പറയും. അങ്ങനെ ഇവളാണെങ്കിൽ ഓഫീസിലിരിക്കുമ്പോഴത്തേക്കിന് അവൻ കുറച്ച് ബുക്സിന്റെ ലിസ്റ്റ് കൊടുത്തിട്ട് ഇതൊക്കെ വാങ്ങിച്ചിട്ട് വരാൻ പറയുമ്പോഴത്തേക്കിന് അതാണെങ്കിൽ ഒരുപാട് ഉണ്ടാവും. അതൊക്കെ ആണെങ്കിൽ ഒരു ബോക്സിലാക്കിയിട്ട് അവനെ കൊണ്ട് കൊടുക്കുക. ഇത്രയൊക്കെ ബുക്സ് നീ എങ്ങനെ വായിച്ചു തീർക്കാനെന്ന് നിൽക്കുമ്പോൾ ഇതൊക്കെ വായിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു നിലയിൽ ഇവിടെ നിൽക്കുന്നതെന്നാണെങ്കിൽ അവളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് വീക്കെൻഡ് ആയത് അവൻ പറഞ്ഞ ആ ബുക്കിന്റെ ലിസ്റ്റൊക്കെ അവൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണെങ്കിൽ അവൻ അറിയാതെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലോട്ട് വരാം കേട്ടോ. രാവിലെ തന്നെ എവിടെ പോയതോ ഇല്ല, ബോക്സ് ഒക്കെ ഉണ്ടല്ലോ, ഞാൻ ഹെൽപ്പ് ചെയ്യണോ പിടിക്കാൻ? വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ റൂമിൽ കൊണ്ടുപോയിട്ട് ആ ബുക്സിനൊക്കെ ആണെങ്കിൽ ആദ്യമേ പൊതിയിടാണ്, കാരണം ഇവൻ കണ്ടിട്ടുണ്ടെങ്കിൽ കളിയാക്കത്തില്ല. അതുകൊണ്ട് ആ ബുക്കും വായിച്ചോണ്ട് അറിയാതെ പുറത്തോട്ട് വരാം കേട്ടോ. നീ എന്തിനാണ് രാവിലെ തന്നെ ടി വി കണ്ടിരിക്കുന്നത്, വായിക്കാനും സമ്മതിക്കണമെന്ന് പറയുമ്പോൾ എന്താ നീ വായിക്കുന്നതിന് മാത്രം നോക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്കിന് അയ്യോ അറിയാതെ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് നേരെ റൂമിലോട്ട് ഓടുവേ. അപ്പൊ ഡാനിയോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ വിളിച്ചിട്ട് നീ അറിഞ്ഞില്ലേ നമ്മുടെ കൂടെ വരയ്ക്കുന്ന പെങ്കുസിനാണെങ്കിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്, കാലൊക്കെ ഒടിഞ്ഞു, അവിടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരാണെങ്കിൽ കാണാൻ പോയി, നീ പോയില്ലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോയില്ല, ഞാൻ പോയി കാണട്ടേന്ന് പറഞ്ഞിട്ട് ഇറങ്ങുമ്പോഴത്തേക്കിന് ഇപ്പൊ എങ്ങോട്ടേക്ക് പോകുന്നതെന്ന് അവൻ ചോദിക്കും. ഞാൻ സംസാരിച്ച് നീ ഓൾറെഡി കേട്ടിട്ടുണ്ടാവല്ലോ, പിന്നെന്തിനാ ഈ ചോദ്യം നോക്കിയപ്പോ ശരി ശരി എന്തായാലും വേഗം വരണം കേട്ടോ, നൈറ്റ് എനിക്ക് നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി തരാൻ നീ പറഞ്ഞാന്ന് പറയുമ്പോൾ ശരി ഡിന്നറിന് മുമ്പ് ഞാൻ എത്തിയേക്കാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങും. ലീഫി ആണെങ്കിൽ എന്നിട്ട് ജോലിക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുക കേട്ടോ, നന്നായിട്ട് വിശക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഒരു കുടുക്കയാണെങ്കിൽ അവൾക്ക് കൊടുത്തിട്ടില്ല, ഇതിലെ പൈസ തീരുന്നവരെങ്കിലും നീ എനിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അതെടുത്ത് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഇപ്പൊ തീരെ പൈസ ഇല്ല കേട്ടോ. അയ്യോ കരം കുറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് നേരെ താഴത്തെ കടയിൽ പോയിട്ട് കുറച്ച് പൈസയും മേടിച്ചുകൊണ്ട് ആ കുടുക്കകത്ത് കൊണ്ട് ഇടുവാട്ടോ. അപ്പത്തേക്കിനാണെങ്കിൽ അവൾ അങ്ങോട്ട് വരും. ആ വന്ന വേഗം എനിക്ക് ഫുഡ് ഉണ്ടാക്കി താന്ന് പറയുമ്പോൾ നിനക്ക് തലോട് വിശക്കുന്നുണ്ടല്ലോ, അന്ന് ഈ പച്ചക്കറിയൊക്കെ വന്നിട്ട് കഴുകിത്താന്ന് പറയുമ്പോഴത്തേക്കിന് അവസാനം നീ ഭയങ്കര ഓവറാന്ന് പറഞ്ഞിട്ട് അത് കഴുകിത്താ ഇത് കഴുകിത്താന്ന് പറഞ്ഞിട്ട് വെറുതെ തന്നെ ടോർച്ചർ ചെയ്യുന്ന പറഞ്ഞിട്ട് അതിൻ്റെ അടുത്തോട്ടാണെങ്കിൽ വരുമ്പോഴത്തേക്കിന് അവൾ ചുമ്മാ കത്തിയിട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. പക്ഷെ അറിയാതെ ഞാൻ നിന്റെ കൈ കൊണ്ടാൽ എന്താവല്ലോ സ്ഥിതി എന്ന് പറയുമ്പോൾ അവസാനം കളിക്കലന്മാരെയൊക്കെ അത് അങ്ങോട്ട് മാറ്റി വെച്ചെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ചെയ്യണ്ടോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വെറുപ്പോടെയാണെങ്കിൽ അതൊക്കെയാണെങ്കിൽ കഴുകി തീർക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കിന് അവള് പിന്നെയും ഇട്ട് കൊടുക്കട്ടെ ഇതൊക്കെ കഴുകുന്നും പറഞ്ഞ് ഇതെന്തത് ഒന്ന് കഴുകി കഴിയുമ്പോൾ ഒന്നോ ഇതൊന്നും എന്നെ കൂടെ പറ്റില്ല പറയുമ്പോ അല്ലേലേ ഇത് പറ്റുന്ന എനിക്ക് തോന്നില്ല, നിന്റെ കഴുക്ക് കണ്ടാൽ നമ്മളെ നാളെ ആയാലും ഫുഡ് ഉണ്ടാക്കി തീരുന്നു തോന്നില്ല എന്ന് പറഞ്ഞിട്ട് അവനെ കളിയാക്കിക്കൊണ്ടിരിക്കും. ഇപ്പൊ ആ ബാങ്കറും ആണെങ്കിൽ അവന്റെ അച്ഛനും അമ്മേനും ആണെങ്കിൽ വീഡിയോ കോളിൽ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കുക കേട്ടോ. കിയാനെ താൻ ബ്രേക്കപ്പ് ചെയ്ത കാര്യമൊന്നും ഇവന്റെ പാരൻസിനോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. കോളിംബെൽ അടിച്ചതും അമ്മേനും അച്ഛനോടായിരിക്കും ആരോ വന്നെന്ന് പറഞ്ഞിട്ട് കോള് കട്ടാക്കിയിട്ട് ഡോറ് ഒന്ന് നോക്കുമ്പോഴത്തേക്കിന് ഇവളുടെ ഗേൾ ഫ്രണ്ട് സിയോ ആയിരിക്കും അങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. ഇവൾക്ക് വേണ്ടിയിട്ട് കുക്കൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. നീ ഇതിനു മുമ്പ് കിയാനെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോന്ന് നിൽക്കുമ്പോൾ ഇല്ല ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെന്ന് പറയുമ്പോഴത്തേക്കിന് അപ്പൊ ഞാനല്ലേ ആ ലക്കി കേൾ എന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഇവൻ അച്ഛനാണെങ്കിൽ ഇവനെ മെസ്സേജ് അയക്കും. അമ്മയ്ക്കാണെങ്കിൽ ഇപ്പൊ തീരെ വയ്യ, കിഡ്നി എന്തായാലും മാറ്റി വെച്ചേ പറ്റുള്ളൂ, അതിന് ഒരുപാട് പൈസ ചെലവ്, നീ വേണം അതൊക്കെ നോക്കാനെന്ന് പറഞ്ഞോണ്ട് കേട്ടോ. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ കിയാനാണെങ്കിൽ ലിവിംഗ് റൂമൊക്കെ ആണെങ്കിൽ തുടച്ച് വൃത്തിയാക്കി കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും അവസോണ്ടർ എന്ത് വൃത്തിയായിട്ട് ക്ലീൻ ആക്കി കൊണ്ടിരിക്കുന്നത്, ഇന്നലെ എൻ്റെ റൂമൊക്കെ ക്ലീൻ ആക്കി തന്നതിന് താങ്ക്സ് കേട്ടോ എന്നാണ് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ സോപ്പിട്ട് സംസാരിച്ച ഇനിയും ഞാൻ വൃത്തിയാക്കി തരുന്നൊന്നും നീ വിചാരിക്കണ്ട, ശരി നീ ക്ലീൻ ആക്കിയില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല, കാരണം ഇപ്പൊ തന്നെ ഞാൻ ഈ വീട്ടിൽ വലിയൊരു കോക്രോച്ചിന്റെ കൂടെയല്ലേ താമസിക്കുന്നത്, അപ്പൊ ഇതൊന്നും ഒരു ഇതല്ല എന്ന് പറയുമ്പോഴത്തേക്കിന് എടാ ലീഫ് നിന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അടിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കിന് ശരി നീ എനിക്ക് വെറുതെ ഒന്നും ചെയ്ത് തരണ്ട, റെന്റ് ഞാൻ കൂട്ടി തരാം, എന്ത് പറഞ്ഞാലും റെന്റ് കൂട്ടി തരാന്ന് പറഞ്ഞാൽ ഒറ്റ ഡയലോഗിൽ ഞാൻ ചെയ്തു തരുമെന്ന് നിനക്ക് അറിയാലോ എന്നും പറഞ്ഞിട്ട് അവളാണെങ്കിൽ ആ റൂം മൊത്തം ക്ലീൻ ആക്കി കൊടുക്കാട്ടോ. ഇവനവിടെ ചുമ്മാ ഇരിക്കണം, ഒരു ഹെൽപ്പ് പോലും ചെയ്യുന്നില്ല, പാവം എല്ലാം വൃത്തിയാക്കിയിട്ട് അവൻ കഴുകാനിട്ടായിരുന്ന തുണിയൊക്കെ ആണെങ്കിൽ ചുമന്നോട്ട് വരാട്ടോ. ഇതൊക്കെ നീ വേണം കഴുകാൻ വേണ്ടിയിട്ട്, നിനക്ക് വാഷിംഗ് മെഷീൻ എങ്ങനെ യൂസ് ആക്കണ്ടേന്ന് അറിയില്ല, ഇങ്ങോട്ടേക്ക് വാന്നും പറഞ്ഞിട്ട് ആദ്യം ഈ തുണിയൊക്കെ ഇട്ടിട്ട് ലിക്വിഡ് ഒഴിച്ചിട്ട് ഇത് ഓണാക്കണം എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കും. ഇനി അടുത്തത് നീ ചെയ്യുന്ന പറയുമ്പോഴത്തേക്കിനും പയ്യെ അവിടുന്ന് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കിനും നൈറ്റ് നിനക്ക് തിന്നാൻ വേണ്ടി നിൽക്കുമ്പോൾ ശരി ഞാൻ ചെയ്യാം, എന്നാൽ ഇത്ര ചെറിയ ടാസ്ക് ഒക്കെ ഹൈ ഐക്യമില്ല ഞാൻ എങ്ങനെ ചെയ്യാനാ, ഇത്രയും ബുദ്ധിമാനായ നീ ഈ ചെറിയ കാര്യം പോലെ ഇത്ര നാളായിട്ട് എന്തുകൊണ്ടാണ് പഠിക്കാതിരുന്നത്, എന്തായാലും നിനക്ക് തിന്നണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ എനിക്ക് അത്രയും തിന്നാനൊന്നും വേണ്ട, കുറച്ച് ഐറ്റംസ് മതി എന്ന് പറഞ്ഞിട്ട് ഓർഡർ അങ്ങ് കൊടുക്കുമ്പോഴത്തേക്കിനും നൈറ്റ് എന്തെങ്കിലും കഞ്ഞിയെങ്കിലും വേണമെങ്കിൽ ഇത് നീ ചെയ്തോണെന്ന് പറയുമ്പോഴത്തേക്ക് ശരി ഞാൻ ചെയ്യാം, ഇപ്പം എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെക്കും. അപ്പോൾ ഇത്ര നേരം ഞാൻ ഏതവനോട് പറഞ്ഞോണ്ടിരുന്നത് നീ ഒന്നും കേട്ടില്ലല്ലേ, എന്തായാലും നിനക്ക് നല്ല ബുദ്ധിയെന്നല്ലേ നീ തന്നെ പറയുന്നത്, അതുകൊണ്ട് ബുദ്ധിമാനായ നീ തന്നെ അങ്ങോട്ട് കണ്ടുപിടിച്ച് ചെയ്തോ, ഞാൻ വരുന്നതിനുള്ളിൽ എല്ലാം ചെയ്തു വെച്ചേക്കണം, മെഷീൻ അങ്ങനെ നശിപ്പിച്ചിട്ടുണ്ടല്ലോ, നിന്നെ ഞാൻ കൊന്നു കളയെന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഇറങ്ങുമ്പോഴത്തേക്കിനും ഇവനാണെങ്കിൽ ഇതെങ്ങനെയാ അപ്പോൾ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഏതൊരു ബട്ടൺ ആണെങ്കിൽ തിരിച്ചു നോക്കുമ്പോഴത്തേക്കിനും എന്താ മ്യൂസിക് പ്ലെയർ ഒക്കെ തിരിച്ചു നോക്കുന്ന പോലെ നല്ല ടൂണൊക്കെ ഇട്ടിട്ട് അത് പിടിച്ച് തിരിച്ച് കളിച്ചുകൊണ്ടിരിക്കുക.
അങ്ങനെ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചോണ്ട് ഇവിടെ വരുമ്പോഴത്തേക്കിനോ അവനാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് നിൽക്കുവാട്ടോ. കിയ നീ അകത്ത് കൊണ്ട് വെക്കണ്ട, ഞാനിത് അകത്ത് കൊണ്ട് വെച്ചോളാം. പുറത്ത് ഗാർഡനിൽ നല്ലോണം പൂക്കളൊക്കെ ആണെങ്കിൽ വിരിഞ്ഞ് നിൽക്കുകയാണ്, നീ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഒരു 10-20 മിനിറ്റ് നമുക്ക് ഗാർഡനൊക്കെ ചുറ്റിക്കറങ്ങാൻ തന്നെ വിളിക്കുമ്പോഴത്തേക്കിനും നീ എന്തോ ഒപ്പിച്ചിട്ടുണ്ടല്ലോ, വീട് നീ കത്തിച്ചോ, വല്ല ഫയർ ഫാക്ടേഴ്സ് ഇവിടെ വന്നിട്ടുണ്ടോ എന്നാണ് ചോദിക്കുമ്പോൾ എന്താ അവരുടെ വണ്ടി വരുന്നെങ്ങാണ്ട് നീ താഴെ കണ്ടോ? അത്രമാത്രം നീ എന്നെ ഇമാജിൻ ചെയ്ത് വെക്കണ്ട കേട്ടോ. ഞാൻ ചെറുതായിട്ട് ആ മെഷീനെ കളിച്ച് അതിൽ നിന്ന് കുറച്ച് വെള്ളമാണെങ്കിൽ പുറത്തോട്ട് വന്നു. ഇപ്പോൾ ഫ്ലോർ കുറച്ച് കേടാണ്. ഇവിടെ വെളുത്തിട്ടവന് നിന്നെ വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നേരെ പോയിട്ട് അതൊക്കെയാണെങ്കിൽ തുടയ്ക്കാൻ വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കുക കേട്ടോ. എന്നാലും നിങ്ങൾ നല്ല ഹൗസ് ഓണറാട്ടോ. ഞാൻ ഓൾറെഡി ഇതൊക്കെയാണെങ്കിൽ തുടയ്ക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ഇപ്പം ഞാൻ ജനലും തുറന്നു വെച്ചിട്ടില്ല. അതുകൊണ്ട് എന്തായാലും ഇത് പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ പോയിക്കോളൂ പറയുമ്പോൾ ഇല്ല, ഇത് നല്ലോണം വെള്ളമുണ്ട്, നമ്മൾ തുടച്ച് വൃത്തിയാക്കി കളഞ്ഞില്ലെങ്കിൽ ഫ്ലോറിന് എന്തെങ്കിലും പറ്റിയാൽ അതിൻ്റെ പൈസ ഞാൻ എങ്ങനെ മുടക്കാനാ? അത് ഞാൻ തന്നോളാന്ന് പറയുമ്പോഴത്തേക്കിനും നീ ഇങ്ങനെ തരാന്ന് പറഞ്ഞിട്ട് അവസാനം എനിക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ പറഞ്ഞിട്ട് ജോലിയൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് എണീക്കുമ്പോഴത്തേക്കിനും തലയാണെങ്കിൽ കറങ്ങും കിട്ടും. ശരി നീ ഇവിടെ ഇരിക്കുക, കുറച്ചൊരു റെസ്റ്റ് എടുക്ക്, നീ ഇപ്പോൾ ഓക്കെ അല്ലേ? എനിക്കിപ്പോൾ ഒരു പ്രശ്നമില്ല, പക്ഷെ ഞാൻ നിന്നോട് കെഞ്ചി ചോദിക്കുകയാണ്, നീ ഒന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്ന നോക്കുമ്പോഴത്തേക്കിനും അവനാണെങ്കിൽ ഭയങ്കര സങ്കടമായിട്ട് പറയുക, ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസമാകത്തില്ലല്ലോ. കുഞ്ഞിൽ എൻ്റെ കുടുംബം ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടായിരുന്നു. എൻ്റെ അച്ഛൻ ഒറ്റൊരുത്തനായിട്ടാണ് എന്നെ വളർത്തിയതും പഠിപ്പിച്ചത്, എല്ലാ കാര്യങ്ങളും എനിക്ക് വേണ്ടി ചെയ്തത്. പക്ഷെ ഒരു പെണ്ണ് ജീവിതത്തിലോട്ട് വന്നത് എന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിന്റെ പുറകെ പോയി. അവസാനം ആ പെണ്ണും എൻ്റെ അച്ഛനെ ഉപേക്ഷിച്ചിട്ട് പോയി. അതുകൊണ്ട് ഞാനാണ് ഒറ്റപ്പെട്ടു പോയത്. എനിക്ക് ഒന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി അതുകൊണ്ടാണ് പറ്റാതെ ചെയ്യുന്നത്. വീട്ടിൽ ഒരു കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിട്ട് ഞാനിപ്പോൾ തന്നെ ഇവിടുത്തെ പോയി തരാമെന്നും പറഞ്ഞ് അവിടെ നിന്നാണെങ്കിൽ എടുത്ത് ചാടാനൊക്കെ ആണെങ്കിൽ ശ്രമിച്ച് ഭയങ്കര ആക്ടിങ് ചെയ്യാം കേട്ടോ. പക്ഷെ ഇവളാണെങ്കിൽ വിശ്വസിക്കുകയും ചെയ്ത് ശരി നീ എവിടെയും പോകണ്ട, നീ ഒരു കാര്യം മാത്രം ചെയ്യുക, ആ ക്ലോത്ത്സ് ഒക്കെ ആണെങ്കിൽ എടുത്ത് വെക്ക്, നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് വിരിച്ചിടുക, അതിനുവേണ്ടി നിനക്കുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അരി എടുത്ത് നോക്കുമ്പോഴത്തേക്കും തീരെ കുറവാട്ടോ. എന്ത് പറയാനാ, നീ നല്ല അടിപൊളി ഐറ്റം ഉണ്ടാക്കി തരുന്ന, അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് കഴിച്ച് തീർക്കുന്നത്. എന്നാൽ സോപ്പിട്ട് മതി, ഞാൻ പറഞ്ഞ ജോലി ചെയ്ത് തീർക്കുന്ന പറയുമ്പോഴത്തേക്കിനോ അവനാണെങ്കിൽ വന്നിട്ട് ഇത് കണ്ടില്ല, ഈ മെഷീൻ തീരെ ശരിയില്ല, നോക്കി ഈ ചെളിയൊന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് എടുത്ത് കാണിക്കുമ്പോഴത്തേക്കിനോ എടാ ലിക്വിഡ് ഒഴിക്കാതെയാണ് നീ ഇത് കഴുകി, എന്തായാലും നിനക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട്, ഇപ്പൊ തൽക്കാലം നീ അവിടെ പോയി നിൽക്കുന്ന പറഞ്ഞുകൊണ്ട് അവനുള്ള ഫുഡൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കി വെച്ചിട്ട് അവനെ വിളിക്കുമ്പോഴത്തേക്കിനും ഭയങ്കര ആർത്തിമൂത്ത് കഴിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കിനും ഒരു മിനിറ്റ് ഒരു കാര്യം പറയാണ്ട്, നിനക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുതരാം, പകരം നീ എനിക്ക് അതിന് വേണ്ടിയിട്ട് പൈസ തരേണ്ടി വരുന്ന പറഞ്ഞിട്ട് അതിന്റെ പ്രൈസ് ഒക്കെ എഴുതിയ ബോർഡ് കാണിക്കുമ്പോഴത്തേക്കിനും പ്രൈസ് ഒക്കെ നല്ലതാണ്, അതുകൊണ്ട് ഞാൻ തന്നേക്കാന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു നിമിഷം ഒരു കാര്യം കൂടി എന്ന് പറഞ്ഞിട്ട് അവളും ഒരു പുതിയ കുടുക്കയാണെങ്കിൽ വാങ്ങിച്ചു വെച്ചേക്കട്ടോ. ഈ കിയ ഞാൻ ഇതുപോലത്തെ ഒരു കുടുക്കയാണെങ്കിൽ ചെറുപ്പത്തിൽ വാങ്ങിച്ചിട്ടുണ്ട്, ഇതുപോലത്തെ നമ്മൾ രണ്ടൊരു ടേസ്റ്റ് ഒരുപോലെ വന്നിട്ട് കുടുക്ക തമ്മിൽ ഒരുമിച്ച് വെക്കുമ്പോഴത്തേക്കിനും ഞാനും കുഞ്ഞിലെ സേവിങ്സ് ഒക്കെ ചെയ്ത് വെക്കാറുണ്ട്, അതുകൊണ്ട് ഇതെല്ലാവരും ചെയ്യുന്ന കാര്യം, അതുകൊണ്ട് ഇതൊന്നും പ്രത്യേകതയായിട്ടുള്ള കാര്യമല്ലെന്ന് പറഞ്ഞിട്ട് അവൾ തള്ളി മാറ്റിയിട്ട് പറയാൻ തുടങ്ങുക, നിനക്ക് വേണ്ടി ഞാൻ ചെയ്തിരുന്ന എല്ലാ ജോലിയുടെ പൈസയായിട്ട് വേണം ഈ കുടുക്കയിൽ നീ എനിക്ക് ഇട്ട് തരാൻ വേണ്ടിയിട്ട്, നിന്റെ കുടുക്കയിലെ പൈസയെല്ലാം തീരും തോറും ഞാൻ നിനക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്യേണ്ട അവസരങ്ങളും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിന്റെ കൊടുക്ക എം ടി ആവുന്നതാണ് എനിക്ക് സന്തോഷം, കാരണം നിനക്ക് ഇനി എനിക്ക് കുക്ക് ചെയ്ത് തരണ്ടല്ലോ, അവസാനം എൻ്റെ കൊടുക്ക മാത്രം നിറഞ്ഞിരിക്കണം. ശരി ഞാൻ എല്ലാം സമ്മതിച്ചു, ഇപ്പം ഞാൻ ഒന്ന് കഴിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കിന് ഇല്ലില്ല നീ ഇത് കഴിക്കുകയാണെങ്കിൽ ഫസ്റ്റ് എനിക്ക് ഇതിൻ്റെ പൈസ നീ എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കിന് എൻ്റെ കയ്യിലിപ്പോൾ പൈസ ഇല്ല, വേണമെങ്കിൽ GPay ചെയ്യാം, അല്ലെങ്കിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞ ശേഷം താഴത്തെ കടയിൽ നിന്ന് പൈസ വാങ്ങിച്ച് നിനക്ക് ഈ കുടുക്കയിൽ ഇട്ട് തരാമെന്നുള്ളതും അവൾ ഓക്കെ പറയും. അവള് സമ്മതിച്ചോടെ മാത്രമാണ് അവനൊന്ന് കഴിക്കാൻ വേണ്ടി പറ്റിയത് കേട്ടോ. കഴിച്ചത് അവനോട് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഇതിന് ഞാൻ നിനക്ക് എത്ര പൈസ വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ജിയാൻ്റെ ബോയ് ഫ്രണ്ട് ഇല്ലേ ലു, അവനാണെങ്കിൽ നമ്മുടെ ചെയർമാൻ്റെ മോളെയാണെങ്കിൽ കാണാൻ വേണ്ടി വന്നേക്കുക സിയോനെ. എന്താണെന്ന് വെച്ചാൽ ഈ സാൻഡ്ലി ഗ്രൂപ്പ് ആണെങ്കിൽ അവൻ്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, 3 വർഷമായിട്ട് ഇവൻ്റെ കമ്പനിയാണെങ്കിൽ ലോസിൽ തന്നെ പോകുന്നുണ്ട്. ഇവരുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുന്ന കാര്യം അറിഞ്ഞിട്ടാണ് ലു സംസാരിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. അപ്പോൾ അവളൊരു ഓഫർ കൊടുക്കാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്ററിനെ ചേഞ്ച് ആക്കാം, നിങ്ങൾക്ക് ആരെങ്കിലും അറിയെങ്കിൽ പറഞ്ഞോ എന്ന് പറയുമ്പോഴത്തേക്കിന് ഏജന്റ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ്റെ കമ്പനിയൊക്കെ ആണെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നത്. അവിടെ നിനക്ക് ആരെയും അറിയുന്നതെന്ന് വെക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ഹീറോയിൻ അറിയാമെന്നുള്ള കാര്യം പറയും. എന്ത് കിയാനോ, നിനക്കൊരു കാര്യം അറിയോ, നിന്റെ കമ്പനി തന്നെ ഇപ്പോൾ 2 വേണ്ടിയിട്ടുള്ള കാരണം ആ കിയാനാണെന്നാണെങ്കിൽ പറയുന്നുണ്ട്. അതോടെ എപ്പിസോഡ് കഴിയുക. അടുത്ത എപ്പിസോഡ് എത്ര വിട് തരാം. അതുവരെ ബൈ ബൈ.